Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, എല്ലാരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാവരും? കഴിച്ചു മാം. കഴിച്ചു. ഓക്കെ മാം കഴിച്ചോ? കഴിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് പയ്യെ തുടങ്ങിയാലോ? ഷെറിന മിസ്സിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷെറിന മിസ്സിന് വേറൊരു അവറുകളായിട്ടേ വേറെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തെ. അപ്പൊ വേറൊരു മിസ്സും കൂടി ലീവ് വന്നപ്പോ മിസ്സിന് അവിടെ കയറേണ്ടി വന്നു. അതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും അന്നത്തെ പോലെ തന്നെ ഷെറിന മിസ്സിന്റെ അവർ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവാം. 3 മണി വരെ ആയിരിക്കും കേട്ടോ ക്ലാസ്. 3:30 വരെ ഉണ്ടാവില്ല. 3 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ആ 3 മണി വരെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. വേറൊരു മിസ്സും കൂടെ ലീവ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബാച്ചിലേക്ക് കയറേണ്ടി വന്നു ഷെറീന മിസ്സിനെ. അതുകൊണ്ട് എന്നോട് കയറാൻ പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പയ്യെ തുടങ്ങിയാലോ? ക്ലാസ് തുടങ്ങാം നമുക്കെന്താ? ഓക്കെ, എല്ലാവരും പെട്ടെന്ന് കയറിക്കോളൂ കേട്ടാ. വേഗം കയറിക്കോളൂ. എന്നാലും 3 മണി വരെ ഉണ്ടല്ലോ. ഓക്കെ. ശരി, ഞാൻ മിസ്സിനോട് പറയാട്ടോ. മിസ്സിനെ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സിനെ കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് മിസ്സായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. എല്ലാവരും കൂടെ മിസ്സായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇങ്ങനൊരു വന്നായിരുന്നു കേട്ടാ. വേറൊരു ടീച്ചറുടെ ലീവ് വന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പയ്യെ തുടങ്ങാം അല്ലെ? തുടങ്ങാം നമുക്ക്. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ കയറുക കേട്ടോ. ഓക്കെ, ഓൾ മ്യൂട്ട് കൊടുക്കാണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പറഞ്ഞത്? ബ്ലഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? എത്രയാണ്? മൊഡ്യൂൾ 2-നകത്ത് വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മൊഡ്യൂൾ 2-നകത്ത് ചാപ്റ്റർ നമ്പർ 4 ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ ആ പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ എടുത്തു വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് കേട്ടോ. ഓക്കെ, 26 ആണ് കേട്ടോ. പേജ് നമ്പർ 26 ആണ്. ചാപ്റ്റർ നമ്പർ 4 ആണ് കേട്ടോ. 4ാമത്തെ ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 2-ൽ വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ബ്ലഡ് ബാങ്ക് നമ്മൾ തുടങ്ങിയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതുമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങള് ഓർമ്മയില്ലേ നിങ്ങൾക്കത്? വയസ്സ് പറഞ്ഞിരുന്നു. അതുപോലെ ശരീരഭാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള്, മുലയൂട്ടുന്ന അമ്മമാര്, അവരൊന്നും ആ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബ്ലഡ് ബാങ്കിലോട്ട് നമ്മൾ എത്തി അല്ലെ? ബ്ലഡ് ബാങ്കിനകത്ത് ഇപ്പൊ എങ്ങനെയാണ് ബ്ലഡ് പല പല കമ്പോണന്റുകളായിട്ട് തിരിച്ചിട്ടാണ് ഇപ്പൊ ബ്ലഡ് ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കിയിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല ഹോൾ ബ്ലഡ് ആയിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇല്ല. ഞാൻ പറഞ്ഞു, ഓരോ ആളുകൾക്കും എന്താണ്, എന്ത് കമ്പോണന്റ് ആണോ ആവശ്യം അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? സപ്ലൈ ചെയ്താൽ മതി. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് മൊത്തത്തിൽ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം കമ്പോണന്റുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കാൻ തുടങ്ങി. RBC ഒരു കമ്പോണന്റ്, WBC ഒരു കമ്പോണന്റ്, പ്ലേറ്റ്ലെറ്റ് ഒരു കമ്പോണന്റ്, പ്ലാസ്മ, അങ്ങനെ പല പല കമ്പോണന്റുകളായിട്ട് നമ്മൾ തിരിച്ചു അല്ലെ? അപ്പൊ വരുന്ന ആളുകൾക്ക് എന്താണോ ആവശ്യമെന്ന് കറക്റ്റ് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു കമ്പോണന്റ് മാത്രം സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഒന്ന് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നും മറ്റൊന്ന് കമ്പാറ്റബിലിറ്റി എന്താണെന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അല്ലെ? ഒരു വ്യക്തിയിൽ നിന്ന്, ദാറ്റ് മീൻസ് ഒരു ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ നമ്മൾ ഒരാളുടെ ബ്ലഡ് കൊണ്ടുവന്ന് അത് അങ്ങനെ തന്നെ വേറൊരാളിലേക്ക് വെറുതെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാര്യം വരുന്ന ബ്ലഡിന് നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ നോക്കണം അല്ലെ, എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ നോക്കണം. പല പല അസുഖങ്ങളുണ്ടോ, HIV AIDS പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം. അതെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബ്ലഡ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. പിന്നെ എന്ത് ചെയ്യണം, കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് കമ്പാറ്റബിലിറ്റി എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അനുയോജ്യതയാണ് അല്ലെ, അനുയോജ്യത. എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ ഗ്രൂപ്പുകൾ തമ്മിൽ മാച്ചിങ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു ചെക്കിംഗ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒത്തിരിയേറെ ടെസ്റ്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്, ബ്ലഡ് ബാങ്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ്, ഓക്കെ ആനന്ദ്, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. അപ്പം നമ്മള് എന്താ പറയാ, ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ വെറുതെ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നു മാത്രമല്ല അവിടെ നടക്കുന്നത്, മറ്റു പല ടെസ്റ്റുകളും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ജസ്റ്റ് വായിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ തന്നെയാണ്. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where pre-transfusion and blood compatibility testing is executed. Blood banking involves task related to blood collection, blood collect ചെയ്യുന്നു, then processing, process ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വരുന്ന ബ്ലഡിന് നമ്മൾ പല പല കമ്പോണന്റുകളായിട്ട് നമുക്ക് തിരിക്കണം അല്ലേ. അപ്പൊ നമ്മൾ അതിന് സെൻട്രിഫ്യൂജിങ് മെഷീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. എന്നിട്ടൊക്കെയാണ് നമ്മൾ പല പല കമ്പോണന്റുകളൊക്കെ ആക്കിയിട്ട് അതിനെ തിരിച്ചു വെക്കുന്നത്. അതൊക്കെയാണ് പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ അതിനകത്ത് നടത്തുന്നുണ്ട്. പിന്നെ സെപ്പറേഷൻ, പല പല കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറേജ്, അവസാനം എന്ത് ചെയ്യും, നമ്മള് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആന്റി കൊയാഗുലന്റായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബ്ലഡ് കട്ട പിടിച്ചു പോകും അല്ലെ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നമുക്ക് വായിക്കാം. WHO developed a global approach to blood safety to curtail the burden of diseases due to unsafe blood transfusion. അപ്പൊ നമുക്കറിയാം അല്ലെ, എന്താണ് WHO, എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്, അതന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. കറക്റ്റ് ആണ് കേട്ടോ സുഹൈന. അപ്പം നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ആഗോളമായിട്ടുള്ള ഒരു സമീപനം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ, ഈ ട്രാൻസ്ഫ്യൂഷൻ, അതായത് സേഫ് അല്ലാത്ത, സുരക്ഷിതമല്ലാത്ത ഒരു ട്രാൻസ്ഫ്യൂഷൻ വഴി പല അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കർട്ടെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കർട്ടെയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കർട്ടെയിൽ എന്ന് വെച്ചാൽ എന്താണ്, വെട്ടിച്ചുരുക്കുക, റിഡ്യൂസ് ചെയ്യുക കേട്ടോ. അനിൽകുമാർ കറക്റ്റ് ആണ് കേട്ടോ, ലോകാരോഗ്യ സംഘടന തന്നെ WHO. ഓക്കെ, അപ്പൊ കർട്ടെയിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, റെഡ്യൂസ് ചെയ്യുക കേട്ടോ, വെട്ടിച്ചുരുക്കുക. അപ്പൊ ഈ നമ്മൾ സേഫ് അല്ലാത്ത രീതിയിലാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ അത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട്, ഞാനൊരു വ്യക്തിക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ എന്റെ ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാണ്ടാണ് കൊടുക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ എന്താണ് ഈ ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് വരും അല്ലെ. അപ്പൊ അത് ഭയങ്കര ഒരു കഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തില് വളരെ സുരക്ഷിതമായിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ നടത്തിക്കൊണ്ട് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മുടെ ലോകാരോഗ്യ സംഘടന ആഗോളമായിട്ട് ഒരു സമീപനം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ. An average person carries almost 5 liters of blood. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടാവുക, 5 ലിറ്റർ ബ്ലഡ് ആണ് കേട്ടോ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ് ആൻഡ് ഇസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. ഈ ബ്ലഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെ. നമ്മുടെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. പിന്നെ പമ്പിങ് ഓർഗൻ ഏതാണ്, ഹാർട്ട് ആണ് അല്ലെ, ഹൃദയമാണ്. അപ്പം ബ്ലഡ് നമ്മുടെ ബോഡിയിലൂടെ
ഓക്കെ സുഹാന കഴിഞ്ഞ ക്ലാസ്സിന് ഓക്കെ ശരി. അപ്പൊ നോക്ക്, ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ് ആൻഡ് ഇസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്ലഡ് നമ്മുടെ ബോഡിയിൽ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് എന്താ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലെ. ബ്ലഡ് ബാങ്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി. ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് 5 ലിറ്ററോളം ബ്ലഡ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാണ് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ഫങ്ഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം, താഴെ തന്നിരിക്കുന്നവയില് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ, ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തത് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുക, സ്വിഫ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക അല്ലെ. സ്വിഫ്റ്റ് റെസ്പോൺസ് എന്ന് മാത്രം ഓർത്താൽ മതി. അതായത് ഇപ്പൊ നമുക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മളത് ഡിലേ ചെയ്യാതെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അല്ലെ ഒരു രോഗി ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത്, ബ്ലഡ് ബാങ്കിനകത്ത് നമ്മൾ വരുന്നത്. ആ സമയത്ത് ആളുകൾ വരുമ്പോൾ എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ എന്നൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് ഇല്ല. പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെ. അതാണ് അവിടുത്തെ ഒന്നാമത്തെ അവരുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ, സ്വിഫ്റ്റ് റെസ്പോൺസ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. എന്താണ് പറയുന്നത്? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുക. എന്താണ്? വരുന്ന ബ്ലഡിനെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ചെക്ക് ചെയ്യണം. കാര്യം ഇത് ട്രാൻസ്ഫ്യൂഷനിൽ പോകുന്ന ബ്ലഡ് ആണ് അല്ലെ. അതിനു മുമ്പ് നമ്മൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യണം. ഓക്കെ, വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ ആൻഡ് എന്താണ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. ബ്ലഡ് ബാങ്കിനകത്ത് ആവശ്യാനുസരണം ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും ഉണ്ടോ എന്നുള്ളതും അല്ലെ, ആവശ്യത്തിനനുസരിച്ചുണ്ടോ എന്നുള്ളതും എന്ത് ചെയ്തിരിക്കുന്നവര് ചെക്ക് ചെയ്തിരിക്കണം. എന്തെങ്കിലും ബ്ലഡ് ഗ്രൂപ്പിന്റെ ഷോർട്ടേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് ആ ഷോർട്ടേജ് ഒക്കെ നമ്മൾ മാറ്റണം അല്ലെ, അത് കളക്ട് ചെയ്ത് വെക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റും ഉണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. അതായത് ഒരു ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്നാണ് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധമാണ് അല്ലെ, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത്. അതെല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, പലർക്കും പല രീതിയിലാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഡോണറിനും ഈ പേഷ്യന്റിന്റെയും തമ്മിലുള്ള ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. പ്രതിരോധം, അതെന്നെ സുഖം, പ്രതിരോധം റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് ഇപ്പൊ ഒരാള് ബ്ലഡ് സ്വീകരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ബ്ലഡ് സ്വീകരിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, ഞാൻ ബ്ലഡ് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ വേറൊരാളുടെ ബ്ലഡ് ഞാൻ സ്വീകരിക്കണം, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നതെന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഞാൻ ആ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ എന്റെ ബോഡിയുടെ അല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നത്. കാര്യം ശരിയാണ്, ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ ഓക്കെയാണ്, മാച്ചിങ് ഒക്കെയാണ്, എന്നിട്ട് തന്നെയാണ് വാങ്ങുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എന്റെ ബോഡിയിലേതല്ലാത്തൊരു ബ്ലഡ് എന്നെ സംബന്ധിച്ച്, എന്റെ ബോഡിയെ സംബന്ധിച്ച് അത് എന്താണ്? ഒരു ഫോറിൻ ബ്ലഡ് ആണ് അല്ലെ, പുറത്തുനിന്ന് വരുന്ന ഒരു ബ്ലഡ് ആണ്. അത് എന്റെ ശരീരത്തിലോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനൊക്കെ സാധ്യതയുണ്ട്. ചെറിയ തോതിൽ എന്റെ ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എനിക്ക് വല്ല തലവേദന വരിക, അല്ലെങ്കിൽ ചെറിയൊരു ഷിവറിങ്ങോ ടെമ്പറേച്ചർ റേസ് ആവോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വരാം. വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിലയിരുത്തുക കേട്ടോ, വിലയിരുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ചെക്ക് ചെയ്യാമെന്നുള്ള അർത്ഥമാണ്. അപ്പോ അത്തരത്തിൽ എന്താണ്? പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത ഉറപ്പാക്കണം. അപ്പൊ അയാളുടെ എന്റെ പ്രതിരോധം, ഇമ്മ്യൂണിറ്റി ഏകദേശം സിമിലർ ആണെങ്കിൽ, ഏകദേശം ഒരുപോലെ ആണെങ്കിൽ
ആ ഒരു ബ്ലഡ് എന്റെ ശരീരത്തിലോട്ട് വരുമ്പോൾ അതുമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ എനിക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. രണ്ടുപേരുടെ ഇമ്മ്യൂണിറ്റി ഏകദേശം ഒരുപോലെയാണെങ്കിൽ, എന്റെ ഇമ്മ്യൂണിറ്റി ഏകദേശം സ്യൂട്ടബിൾ ആണ്, സിമിലർ ആണ് എങ്കിൽ എന്നിലേക്ക് ആ ബ്ലഡ് വരുന്ന സമയത്ത് എന്റെ ബോഡിക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഒരു ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത വിലയിരുത്തുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. മനസ്സിലായി? പ്രതിരോധത്തിന്റെ കാര്യം പറയേണ്ട എല്ലാവർക്കും ഒരുപോലെയല്ല. ഇപ്പൊ ചില ആളുകളെ കാണുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് മീൻസ് നല്ല തടിച്ചു നല്ല ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും അല്ലെ. പലവർക്കും പല രീതിയിലാണ്. എന്നാൽ മറ്റു ചിലർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഓരോരുത്തരുടെ കാര്യത്തിലും അതെന്താണ്, വ്യത്യാസമാണ്. അപ്പൊ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഏകദേശം ആ ഒരു ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി സിമിലർ ആണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അത്തരം കാര്യങ്ങൾ വിലയിരുത്തുക എന്ന് പറയുന്നതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. എന്താണ് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസ്. അതായത് ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷന് അനുസരിച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് തെരഞ്ഞെടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ തുടക്കം പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാ കമ്പോണൻസും ഒന്നും ആവശ്യമായിട്ടുള്ളതില്ല. ഇപ്പൊ ഒരു അനീലിക്കായിട്ട് വരുന്ന ഒരു പേഷ്യന്റ്, വിളർച്ചയുള്ള ഒരു പേഷ്യന്റ് ആണ് നിൽക്കട്ടെ, അവരെ സംബന്ധിച്ച് അവർക്ക് എന്താണ്, ചുവത്ത രക്താണുക്കളുടെ അഭാവമായിരിക്കും ഉണ്ടാവുക അല്ലെ. RBCയുടെ അളവായിരിക്കും അവർക്ക് കുറയും. അപ്പൊ അവർക്ക് എന്ത് ചെയ്താൽ മതി, RBC എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇനിയിപ്പോ ഡെങ്കിപ്പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും, കുത്തനെ എന്ന് താഴ്ന്നു പോകും. ആ സമയത്ത് അവർക്ക് ആ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതാണ് ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷൻ. മനസ്സിലായോ? ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻ വ്യത്യാസമായിരിക്കും. അപ്പൊ അവരുടെ മെഡിക്കൽ കണ്ടീഷന് എന്താ പറയാ അനുയോജ്യമാകുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനാണ്. എനിക്ക് പേഷ്യന്റ് ആണെങ്കിൽ അയാൾക്ക് RBC എന്ന കമ്പോണന്റ് സെലക്ട് ചെയ്ത് അയാൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ലിവർ ഡിസീസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്ലാസ്മയുടെ കമ്പോണന്റിനായിരിക്കും പ്രശ്നം വരിക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പ്ലാസ്മ കമ്പോണന്റ് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസ്. അവരുടെ ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുസരിച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് തിരഞ്ഞെടുത്ത് സപ്ലൈ ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ഇനി ഈ ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതാണ് പറയുന്നത് കേട്ടോ. കോഷ്യസ് ഡെലിവറി, കോഷ്യസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, സേഫ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കാര്യം നമുക്കറിയാലോ ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതന്നെ കറക്റ്റ് ആയിട്ട് കരുതലായിരിക്കും, കരുതലോടുകൂടി നമ്മൾ ചെയ്യണം അല്ലെ. വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് അവിടുത്തെ ജീവനക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അടുത്തത് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. എന്താണ് ഇൻവെന്ററി ഇവിടെ ഉദ്ദേശിച്ചത്? ശരിക്കും ഇൻവെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് തന്നെയാണ്, സ്റ്റോക്ക് അതിനെ പറ്റിയുള്ള വിവരങ്ങളും മറ്റുമാണ് കേട്ടോ. ഇൻവെന്ററി ഓഫ് ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്. ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും അതുപോലെ ബ്ലഡിന്റെ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കമ്പോണൻസ് ആണ് കേട്ടോ. ഓരോ കമ്പോണന്റുകളുടെയും വിവരങ്ങൾ ഓക്കെ അതിന്റെ സ്റ്റോക്ക് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഏതെങ്കിലും കമ്പോണന്റിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി വെക്കണം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് നികത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കമ്പോണന്റ് ഷോർട്ടേജ് കണ്ടു കഴിഞ്ഞിട്ട് വെച്ചോണ്ടിരിക്കരുത്. സ്റ്റോക്ക് എപ്പോഴും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം കേട്ടോ. കാര്യം ഡെയിലി പല ആവശ്യങ്ങളും പെട്ടെന്നായിരിക്കും ആവശ്യങ്ങൾ വരിക ബ്ലഡ് ബാങ്കിനകത്തേക്ക്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാനേജ്മെന്റ്, അതിന്റെ ഇൻവെന്ററി എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ക്ലിയർ ആയ പറഞ്ഞത്? അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്.
അതായത് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആർക്ക് ഉണ്ടായിരിക്കണം, ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. എന്താണ് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവില്ല ഈ ബ്ലഡ് ഡൊണേഷൻ ക്ലബ്ബുകള്, ഈ പറയുന്ന ഈ ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഉണ്ട്, യൂത്തിന്റെ ഒക്കെ ഉണ്ട്, ഓരോ ഓർഗനൈസേഷനൊക്കെ ഉണ്ട് ബ്ലഡ് ഡൊണേഷനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് അധികം. അതിന്റെ ക്ലബ്ബുകളും മറ്റു ഓർഗനൈസേഷനും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ പറയുന്ന ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആർക്കുണ്ടായിരിക്കണം, നല്ലൊരു ആശയവിനിമയം ആർക്കുണ്ടായിരിക്കണം, ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്, ഇപ്പൊ ബ്ലഡ് ബാങ്കിലെ ഏതെങ്കിലും കമ്പോണന്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ സ്ഥാപിക്കുക, രജിസ്റ്റർ സ്ഥാപിക്കുക കേട്ടോ. ഓക്കെ, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് പല പല എന്താ പറയാ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് സ്റ്റോക്ക് എന്നാണ് കേട്ടോ. സ്റ്റോക്ക് എന്നാണ്. ഇവിടെ വിവരങ്ങളിൽ എടുത്തോളൂ, ഇൻഫർമേഷനിലുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത്തരത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്ലബ്ബുകൾ, ഓർഗനൈസേഷൻ അവയൊക്കെ ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആർക്കുണ്ടായിരിക്കണം, ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. കാര്യം ബ്ലഡ് ബാങ്കില് ഏതെങ്കിലും കമ്പോണന്റിന്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ അവരെ അറിയിച്ച് അതിലൂടെ നമുക്ക് ആ ഒരു കമ്പോണന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. കാര്യം ഒരുപാട് പേര് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമുക്ക് തന്നെ എന്തെങ്കിലും ബ്ലഡിന്റെ ഒക്കെ ആവശ്യം വരും, നമുക്ക് വാട്സാപ്പിൽ മറ്റൊക്കെ മെസ്സേജ് വരാം, പിന്നെ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർ അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാം. ഇങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ബാങ്കിന് അവരുമായിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ആരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്. എന്തൊക്കെയാണ് നമ്മൾ പോയിന്റ്സ് പഠിച്ചത്? ഒന്ന്, അടിയന്തര സാഹചര്യങ്ങളിൽ എന്താണ് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക അല്ലെ, പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. രണ്ടാമത്തെ എന്താണ് നമ്മൾ പറയുന്നത്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകളെല്ലാം കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് മാത്രമല്ല ബ്ലഡ് ബാങ്കിന്റെ ആവശ്യാനുസരണം ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഡോണറും പേഷ്യൻസും തമ്മിലുള്ള ആ ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത അത് വിലയിരുത്തുക. ഓക്കെ, അത് ഉറപ്പാക്കുക. പിന്നെന്താണ്, ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷന് അനുസരിച്ചുള്ള അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തെരഞ്ഞെടുത്ത് സപ്ലൈ ചെയ്യുക. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. പിന്നെന്താണ്, ബ്ലഡും ബ്ലഡിന്റെ മറ്റു കമ്പോണൻസിന്റെ സ്റ്റോക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ബ്ലഡ് ബാങ്കിനകത്ത് ഷോർട്ടേജ് ഒന്നും വരാത്ത രീതിയിൽ കൃത്യമായിട്ട് സ്റ്റോക്ക് മാനേജ്മെന്റ്, അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക. പിന്നെ വിവിധ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക, നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കുക. ഓക്കെ, രജീഷ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ട്രാൻസ്ഫ്യൂഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കാണാൻ നമുക്ക്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തതാണ് ഇത് ലൊക്കേഷൻ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ, വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കുറെ കൂടെ വിശദമായിട്ട് പറയാം. ഇനി അടുത്തതാണ് ഇത് ലൊക്കേഷൻ. ഓക്കെ, ലൊക്കേഷൻ എവിടെയായിരിക്കണം, ഒരു ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. എവിടെയായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോർ, നമ്മൾ കയറി ചെല്ലുന്ന ആ ഫ്ലോർ കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നിങ്ങൾ പല പല ഇനി ഇത് പഠിക്കും. മറ്റേ ഇപ്പൊ ബ്ലഡ് ബാങ്ക് പോലെ തന്നെ ഡയറ്ററി പഠിക്കും, പിന്നെന്താണ് ലബോറട്ടറി അങ്ങനെയൊക്കെ പഠിക്കും, ഫാർമസി അതൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ എല്ലാം ഐഡിയൽ ലൊക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക. ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. പിന്നെന്താണ്, ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം. തന്നെ അറിയാലോ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ബ്ലഡ് ബാങ്കിലോട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം ഇതിന്റെ ലൊക്കേഷൻ. നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈസി വിസിബിൾ ആയിരിക്കണം. സോ ഈസി വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അത് മാത്രമല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഏതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ? പറയൂ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയൂ. ഏതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ?
ഏതായിരിക്കും? ICU അല്ല, ICU അല്ല കേട്ടാ. പിന്നെ ഏതാ? യെസ്, കറക്റ്റ് ആണ് കേട്ടാ. കാഷ്വാലിറ്റി. ഓക്കെ, കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി ഷിജു. ഓപ്പറേഷൻ തിയേറ്റർ അല്ല കേട്ടാ പ്രമോദ്. കാഷ്വാലിറ്റി. അതെ, കറക്റ്റ് ആണ്. കാഷ്വാലിറ്റി ആണ് കേട്ടോ. അത്യാഹിത വിഭാഗം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. കാഷ്വാലിറ്റി ആണ്. അപ്പൊ നോക്കിയേ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ കാഷ്വാലിറ്റി. പിന്നെ എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്. പിന്നെ ഹോസ്പിറ്റലിന്റെ മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട് നിയർ പ്രോക്സിമിറ്റി, എന്ന് വെച്ചാൽ അതിനോട് സമീപത്തായിരിക്കണം എന്തിന്റെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. ഓക്കെ, കാരണം അത്രയും എമർജൻസി കേസുകളിലാണ്. ഇപ്പൊ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എവിടേക്ക് കൊണ്ടുവരാം? കാഷ്വാലിറ്റിയിലേക്ക് അല്ലേ കൊണ്ടുവരാം? അത്യാഹിത വിഭാഗത്തിലോട്ടല്ലേ കൊണ്ടുവരാം? അപ്പോഴൊക്കെ തന്നെ നമുക്ക് അറിയാൻ പറ്റും, എന്തെങ്കിലും സിവിയർ ബ്ലഡ് ലോസ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ലൈഫിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റലിന്റെ മറ്റു പല ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം, സമീപത്തായിരിക്കണം. പ്രോക്സിമിറ്റി മീൻസ് സമീപത്തായിരിക്കണം കേട്ടോ. സാമീപ്യം, സമീപത്ത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. മനസ്സിലായോ? അപ്പൊ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ് ആൻഡ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ടു കർട്ടെയിൽ ദ ട്രാഫിക് കൺജഷൻ. ഇതാണ് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്. സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ബ്ലഡ് ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ വണ്ടികൾക്കായാലും ആളുകൾക്കായാലും വരാനായിട്ട് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. എല്ലാം ഒരു വഴിയിലൂടെ തന്നെ ആവരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസും, കോറിഡോർസ് എന്ന് വെച്ചാൽ ഇടനാഴി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കർട്ടെയിൽ ദ ട്രാഫിക് കൺജഷൻ. ഓക്കെ, ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഹോസ്പിറ്റലിലോട്ട് ഒരുപാട് വാഹനം, പ്രൈവറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്, ആംബുലൻസ്, അങ്ങനെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എല്ലാത്തിനും കൂടെ ഒരു വഴി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഇവയ്ക്ക് എല്ലാത്തിനും കൂടി എന്ത് വേണ്ട? ഒരു സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും എപ്പോഴും പ്രൊവൈഡ് ചെയ്തിരിക്കണം. വിശാലമായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസും മറ്റും ഉണ്ടായിരിക്കണം. ആ ഒരു ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് എന്നാണ് കേട്ടോ. സെപ്പറേറ്റ്. നെക്സ്റ്റ് വരുന്നത് അടുത്ത പോയിന്റ് ഇതാണ്. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻസ്. ഇതാണ് ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് ദർ ഈസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. അതായത് അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. ബ്ലഡ് ബാങ്കിലേക്ക്, ബ്ലഡ് ബാങ്ക് ആയാലും അവിടേക്ക് പോകുന്ന എന്താ പറയാ സ്ഥലങ്ങളായാലും അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. പക്ഷെ എന്താണ്? ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. സ്പേഷ്യസ് ആണെങ്കിൽ കൂടി പബ്ലിക് എൻട്രി കുറവാവാനേ പാടുള്ളൂ. നല്ല സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്ന, വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് തന്നെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ കൂട്ടം കൂടി നിൽക്കാം. അങ്ങനെയൊന്നും വിചാരിക്കരുതെന്ന്. എത്ര സ്പേഷ്യസ് ആണെങ്കിൽ കൂടിയും എന്താണ്? മിനിമം പബ്ലിക് എൻട്രി പാടുള്ളൂ. ആളുകളുടെ ആ ഒരു പബ്ലിക് എൻട്രി വളരെ കുറവാവാനേ പാടുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാബ് ടെക്നീഷ്യന്മാരുടെ ജോലിക്ക് ഒരു തരത്തിലും ഇന്റർഫറൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല. അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ആൾക്കൂട്ടോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നും വരാനായിട്ട് പാടില്ല. അപ്പൊ സ്പേഷ്യസ് ആയിരിക്കണം, പക്ഷെ എന്താണ്? മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. അതുകൊണ്ട് തന്നെ ലാബ് ടെക്നീഷ്യന്മാർക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് ജീവനക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ജോലി തടസ്സം കൂടാതെ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ പ്രത്യേകിച്ച് നമുക്കറിയാം ബ്ലഡ് ബാങ്കിലൊക്കെ ചെയ്യുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടും വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടൊക്കെ നടത്തുന്ന കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടത്തുന്നത്. ഈ ഒരു ശ്രദ്ധയോടുകൂടി ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ഒരിക്കലും അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരാനായിട്ട് പാടില്ല. എന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, പബ്ലിക് എൻട്രി അവിടെ കുറവാകാനേ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്? ഫസ്റ്റ് പോയിന്റ് ഇതായിരുന്നു. ഒന്നാമത്തത്, ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം.
രണ്ടാമത്തെ എന്താണ്, ഈസി വിസിബിലിറ്റി, ഏറ്റവും കാണാവുന്ന സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റലിന്റെ മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് സമീപത്തായിട്ടായിരിക്കണം ഇതിന്റെ സ്ഥാനം, ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. പിന്നെ മാത്രമല്ല ബ്ലഡ് ബാങ്കിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മീൻസ് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അത്യാവശ്യം വിശാലമായിരിക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറയുന്നത്, വിശാലമായിരിക്കണം, സ്പേഷ്യസ് ആയിരിക്കണം, പക്ഷെ പബ്ലിക് എൻട്രി വളരെ കുറച്ച് മാത്രമേ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ലാബ് ജീവനക്കാർക്ക് അവരുടെ ജോലികൾ യാതൊരുവിധ തടസ്സമില്ലാതെ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കണം ഈ ഒരു ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞേ, ക്ലിയറായ? ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് പോവാം നമുക്കെല്ലാം. നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനോഗ്രാം. എന്താണ് ഓർഗാനോഗ്രാം? എന്താണ് ഓർഗാനോഗ്രാം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഓർഗാനോഗ്രാം എന്ന്? ഓർഗാനോഗ്രാം എന്താണ്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓർഗാനോഗ്രാം കേട്ടിട്ടില്ല? ഓർഗാനോഗ്രാം ആരും കേട്ടിട്ടില്ല? ഇല്ല. ശരി, അപ്പൊ നമ്മള് ഓർഗാനോഗ്രാം ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാമോ? നമ്മള് ശ്രേണി, ഹൈറാർക്കിയൽ, അതായത് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ശ്രേണീപരമായിട്ടുള്ള ഒരു ഘടനയാണ് ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രേണീപരമായിട്ടുള്ള ഘടന. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതായത് ഇപ്പൊ സാധാരണ ഒരു എന്താ പറയുക, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ എടുക്കുക, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ, ലോവർ പ്രൈമറി സ്കൂൾ. അപ്പൊ അവിടെ ഏറ്റവും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആരായിരിക്കും? HM ആയിരിക്കും അല്ലെ, ഹെഡ് മാസ്റ്റർ ആയിരിക്കും. ഇടപെടുക എന്നല്ല കേട്ടോ, HM ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു എൽ പി സ്കൂളിന്റെ കാര്യമാണ് പറയുന്നത്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആരായിരിക്കും? ഒരു HM ആയിരിക്കും, ഒരു ഹെഡ് മിസ്ട്രസ് ഉണ്ടായിരിക്കും, ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ആരുണ്ടാവുക? മറ്റു ടീച്ചർമാരുണ്ടായിരിക്കാം. ആ ടീച്ചർമാരുടെ താഴെയായിരിക്കും ആരുണ്ടായിരിക്കാം? സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ അവിടെ ഒരു ശ്രേണീപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണിച്ചത്, ഒരു സ്ട്രക്ചർ ആയിട്ട് അല്ലെ. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് HM ആണ്, ഹെഡ് മാസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് ടീച്ചേഴ്സ് ആണ്. ആ ടീച്ചേഴ്സിന്റെ തൊട്ട് താഴെ വരുന്നത് കുട്ടികളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഒരു ഏരോ ഇട്ട് ആ ഒരു ശ്രേണീപരമായിട്ട് നമ്മൾ അതിന്റെ ഒരു ഓർഡർ ഡെപ്പിക്ട് ചെയ്യാണ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഡെപ്പിക്ഷൻ, ഒരു എന്താ പറയാ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അതെന്നെ ഫ്ലോ ചാർട്ടൊക്കെ പോലെ തന്നെ കേട്ടോ ഓർഗാനോഗ്രാം. പക്ഷേ ഓർഗാനോഗ്രാം കാണിക്കുന്നത് ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ്. ഹൈറാർക്കിയൽ എന്ന് വെച്ചാൽ എന്താണ്? ശ്രേണീപരമായിട്ടുള്ള ഒരു ഘടനയാണ്. അതൊരു പക്ഷെ നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു ശ്രേണീപരമായിട്ടുള്ള ഘടനയാവാം, അല്ലെങ്കിൽ ആളുകളുടെ ജോലി പൊസിഷൻ സംബന്ധമായിട്ടുള്ള, നമ്മൾ പറയും ഡോക്ടർ ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ എന്റെ തൊട്ടുതാഴെ നേഴ്സ്, അല്ലെങ്കിൽ ജനറൽ നേഴ്സ്, അങ്ങനെയൊക്കെ നമ്മൾ തരംതിരിക്കില്ലേ എന്നതുപോലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ജോലി പൊസിഷൻസ് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കാം. എങ്ങനെയാണ് അത് ശ്രേണീപരമായിട്ട് നമ്മൾ ആ ഒരു ഘടനയെ ചിത്രീകരിക്കുന്നതിനെയാണ് ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ഒരുപാട് ഓർഗാനോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാനായിട്ട് വരും കേട്ടോ. അപ്പൊ ഓർഗാനോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ഡയഗ്രമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ എന്താണ് ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇറ്റ്സ് എ ഡയഗ്രമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ പഠിക്കുന്നു, അതുപോലെ ഏതിന്റെ ആവാം, സ്കൂളിന്റെ ആവാം, മറ്റേതെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങളുടെ ആവാം, എന്തിന്റെ വേണമെങ്കിലും നമുക്ക് ഓർഗാനോഗ്രാം എന്താ പറയാ എടുക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ദ ഡയഗ്രമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതെന്താ കാണിക്കുന്നത്? ഇറ്റ് ഷോ ദ ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ജോബ് പൊസിഷൻസ്. ഓക്കെ, അതായത് പല ആളുകളുടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ആയിരിക്കാം ആ കാണിക്കുന്നത്, അല്ലെങ്കിൽ വല്ല വ്യക്തികളുടെ ജോലികളുടെ ആ ഒരു എന്താ പറയാ തലം വെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഓർഗാനോഗ്രാം ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് ബ്ലഡ് ബാങ്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനോഗ്രാം. മനസ്സിലായില്ലേ ഓർഗാനോഗ്രാം എന്താണെന്നുള്ളത്? ഗ്രാഫിക്കൽ ഓർ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓർഗാനോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നിങ്ങൾ ഇതിന്റെ ഓർഡർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരുടെ കീഴിൽ വരുന്നു,
എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. കാര്യം നിങ്ങൾക്ക് ഇതിന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇത് മൊത്തം എന്താണ് ഓർഡർ തെറ്റിച്ച് തരും. ഓർഡർ തെറ്റിച്ച് തന്നിട്ട് നിങ്ങളോട് പറയും ആ ഓർഡർ കറക്റ്റ് ആക്കാനായിട്ട് പറയും. അപ്പൊ നമുക്ക് ഇത് പഠിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പറയാട്ടെ, ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാട്ടോ. അപ്പൊ നോക്കാം, ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം ഏറ്റവും ടോപ്പിൽ വരുന്ന ആള്, ഏറ്റവും ടോപ്പിൽ ആരാണ് വരുന്നത്? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. ഓർഗാനോഗ്രാം എന്ന് വെച്ചാൽ ഡയഗ്രാമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത് ഓർഗാനോഗ്രാം. സോ എനിക്ക് കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ നോക്കാം, ഏറ്റവും ടോപ്പിലുള്ളത് മെഡിക്കൽ ഡയറക്ടർ കേട്ടോ. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. മെഡിക്കൽ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? HOD ആണ് കേട്ടോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അറിയാലോ നിങ്ങൾക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഒരു ഹെഡ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ആരുടെ കീഴിലാണ് വരുന്നത്? മെഡിക്കൽ ഡയറക്ടറിന്റെ താഴെ വരുന്നത്. ഇനി HODയുടെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ആളാണ്, ചീഫാണ് അവരുടെ അണ്ടറിൽ വരുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ. ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. അതൊരു ഡോക്ടർ തന്നെയാണ് കേട്ടോ, ഒരു ഫിസിഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? HOD വരുന്നത് കേട്ടോ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വരുന്നു. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ. ഇനി നോക്കിയേ, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിലായിട്ട് ഒരേ ലെവലിന് 3 പേര് വരുന്നുണ്ട് കേട്ടോ. 3 പേരാണ് വരുന്നത്. ആരൊക്കെയാണ്? ഈ ആരോ ഒന്ന് ശ്രദ്ധിച്ചേ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവരുടെ അണ്ടറിൽ 3 പേര് വരുന്നുണ്ട് കേട്ടോ. ആരൊക്കെയാണ്? ഒന്നാമത്തത് BTO. ആരാണ്? BTO. BTO ആരാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഫുൾ ഫോം പഠിച്ചു വെക്കണോ കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, BTO. പിന്നെ തൊട്ട് താഴെ വേറെ ആരാണ് വരുന്നത് അദ്ദേഹത്തിന്റെ അണ്ടറിൽ? അല്ലെ, ക്വാളിറ്റി മാനേജർ. ആരാണ്? ക്വാളിറ്റി മാനേജർ. ഓക്കെ. ദെൻ അടുത്ത ആൾ ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. അപ്പൊ നോക്കിയേ, ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിലായിട്ട് ഒരേ ലെവലിന് 3 പേര് വരുന്നുണ്ട് കേട്ടോ. ആരൊക്കെയാണ് 3 പേര്? ഒന്ന് നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ BTO. രണ്ടാമത്തെ ആളാരാണ്? ക്വാളിറ്റി മാനേജർ. ഓക്കെ. മൂന്നാമത്തെ ആളാരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ ആരും വരുന്നില്ല, അപ്പൊ അത് നോക്കണ്ട, അത് അവിടെ സ്റ്റോപ്പ് ആയിട്ടാ. പിന്നെ BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറുടെ അണ്ടറിൽ ആരൊക്കെയാണ് വരുന്നത്? ടെക്നീഷ്യൻ. ആരാണ് വരുന്നത്? ടെക്നീഷ്യൻ. ഓക്കെ. ടെക്നീഷ്യന്റെ അടിയിൽ ആര് വരും? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഇപ്പുറത്തെ അറ്റത്തോട്ട് പോവുകയാണെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ പറഞ്ഞു അല്ലെ? അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ആളുകളാണ് ക്ലർക്ക്, നേഴ്സ്, അതുപോലെ തന്നെ PRO. ആരൊക്കെയാണ്? ക്ലർക്ക്, നേഴ്സ്, PRO. PRO എന്ന് പറഞ്ഞാൽ ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. അത് തന്നെ, പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട് കേട്ടോ. അതും PRO തന്നെയാണ് പറയാ. ഓക്കെ. പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ PROന്റെ ഓഫീസ്, PRO എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ആരുടെ അണ്ടറിലാണ് വരുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസറുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? നമ്മൾ കണ്ടത് ഒരു ഓർഗാനോഗ്രാം ആണ്. ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന മെഡിക്കൽ ഡയറക്ടർ ആണ്. അപ്പൊ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആണ്, നമ്മളൊരു ശ്രേണീപരമായിട്ടുള്ള ഒരു ഘടനയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ HOD ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഒരേ ലെവലിൽ 3 പേര് വരുന്നുണ്ട്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, രണ്ടാമത്തത് ക്വാളിറ്റി മാനേജർ, മൂന്നാമത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ. ക്വാളിറ്റി മാനേജറുടെ അണ്ടറിൽ ആരും വരുന്നില്ല. BTOന്റെ അണ്ടറിൽ വരുന്നത് ടെക്നീഷ്യനും, അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് അസിസ്റ്റന്റ് ടെക്നീഷ്യനും വരും. ഇനി ഇപ്പുറത്തോട്ട് ടെക്നിക്കൽ സൂപ്പർവൈസറുടെ അണ്ടറിലായിട്ട് വരുന്ന ആളുകളാണ് ക്ലർക്ക്, നഴ്സ്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം മനസ്സിരുത്തി നല്ലപോലെ വായിക്കാം. എന്നിട്ട് നിങ്ങൾ കാണാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി നോക്കണം കേട്ടോ. എന്നാലാണ് മനസ്സിലത് കിട്ടുള്ളൂ. എന്നിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ഇതിന് വന്നിട്ടുണ്ട്. ഒന്നീ മൊത്തത്തിൽ ഇതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചു തരും. എന്നിട്ട് ചോദിക്കും ഇത് കറക്റ്റ് ആക്കാൻ പറയും, ഓർഡർ ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് പറയും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിന് എക്സ്പെക്ട് ചെയ്യാം.
പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ BTO, അതിന്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. BTO എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ എന്നാണ്. അതുപോലെ PROന്റെ ഫുൾ ഫോം എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. നോട്ട് ചെയ്ത് വെക്കാട്ടോ, പബ്ലിക് റിലേഷൻ ഓഫീസർ ഇതാണ് PR എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു LP സ്കൂളിന്റെ കാര്യം പറഞ്ഞു. ഏറ്റവും ടോപ്പിൽ HM ഇരിക്കുക, അയാളുടെ കീഴിൽ ടീച്ചർമാരുണ്ടാവും, അതിന്റെ താഴെ കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിക്കുക, അവര് സ്വാഭാവികമായിട്ട് ആരോടാ പറയാ? ടീച്ചറിന്റെ അടുത്തല്ലായിട്ട് റിപ്പോർട്ട് ചെയ്യാ. ടീച്ചർ എന്ത് ചെയ്യും? ആരുടെ അടുത്തായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യാ? HMന്റെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ടെക്നീഷ്യൻ ആരുടെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യുക? ആരുടെ അടുത്തായിരിക്കും? ടെക്നീഷ്യന്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന ആളുടെ അടുത്തായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുക. അതാരാണ്? BTO ആണ്. ഓക്കെ, അങ്ങനെ ചോദിക്കാം. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ HOD വരുന്നത് ആരുടെ കീഴിലാണ്? ആരുടെ കീഴിലാണ് HOD വരുന്നത്? മെഡിക്കൽ ഡയറക്ടറുടെ കീഴിലാണ് HOD വരുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആരുടെ അണ്ടറിലാണ് വരുന്നത്? ആരുടെ കീഴിലാണ് വരുന്നത്? അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെയൊക്കെ മറിച്ചപ്പോ ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായ ഓർഗാനോഗ്രാം എന്താണെന്നുള്ളത്? ഇത് പഠിച്ചു വെക്കുന്നു കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഇനിയിപ്പോ അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. ഹാർട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? എന്തെല്ലാം ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിനകത്ത് നമ്മൾ നടത്തുന്നത്? നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, കുറെ ടെസ്റ്റുകളൊക്കെ ആ ഒരു ഇതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. A certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. അതായത് ഒരിക്കൽ നമ്മൾ ബ്ലഡ് ബാങ്കിനകത്തേക്ക് ബ്ലഡ് വന്നാൽ അവിടെ എന്താണ്? ഒരു certain set of preliminary പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അവയിൽ ചിലത് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ഇത് മാത്രമല്ല, ഒരുപാട് ടെസ്റ്റുകൾ അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. നോക്കാം ഏതൊക്കെയാന്നുള്ളത്. ഒന്നാമത്തതാണ് ടൈപ്പിംഗ്. ഒന്നാമത്തെ എന്താണ്? ടൈപ്പിംഗ് ആണ് കേട്ടോ. എന്താണത്? ABO ഗ്രൂപ്പ് ആണ്. എന്താണ്? ABO ഗ്രൂപ്പ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്ലഡ് ടൈപ്പ് കേട്ടോ. ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് വന്നാൽ ഫസ്റ്റ് എന്താ നമ്മൾ ചെക്ക് ചെയ്യുക? ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടതാണെന്നുള്ളത് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതാണ് ആദ്യത്തെ ടെസ്റ്റ് കേട്ടോ. ടൈപ്പിംഗ് ആണ്. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാ. ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് തിരിച്ചറിയാൻ. അപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ പറയുന്നത് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാ കേട്ടോ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പൊതുവെ പറയാം. ഏതൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ട് പൊതുവായിട്ട്? A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, ഓയുണ്ടോ പറഞ്ഞു. ഇതൊക്കെയാണ് A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാം. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ABO എന്ന് പറയുമ്പോൾ Aയും Bയും Oയും മാത്രമാണ് ചിന്തിക്കരുത് കേട്ടോ. A ഉണ്ട്, B ഉണ്ട്, AB അതുപോലെ തന്നെ O. അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിനെ A ഗ്രൂപ്പ് ആണ്, B ഗ്രൂപ്പ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് തിരിക്കുന്നതിന് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ തിരിക്കുന്നത്? അത് വേറൊന്നുമല്ല, നമ്മളുടെ റെഡ് ബ്ലഡ് സെൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചുവന്ന രക്താണോ, അതിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു എന്താ പറയാ ആന്റിജൻസ് ഉണ്ട്. ആന്റിജൻസിന്റെ സാന്നിധ്യമാണ് ഈ പറയുന്ന നമ്മളിങ്ങനെ ബ്ലഡിന് പല പല ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തരംതിരിക്കുന്നത് ആ ഒരു ആന്റിജനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായി? ഈ ആന്റിജൻ കാണപ്പെടുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിലായിട്ട് കാണപ്പെടുന്ന ആന്റിജൻസ് ഉണ്ട്. ആ ഒരു ആന്റിജൻസിന്റെ സാന്നിധ്യമാണ് നമ്മളിങ്ങനെ ബ്ലഡിന് പല പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായ? അതായത് ഇപ്പൊ ഞാൻ A ഗ്രൂപ്പിൽ പെട്ട ആളാണ്. മീൻസ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്. പോസിറ്റീവ് നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്തതിൽ പറയാം, സ്പെസിഫൈ ചെയ്ത് പറയാം. ഞാൻ A ഗ്രൂപ്പിൽ പെട്ട ആളാണ്. എങ്ങനെയാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞത്? അതായത് ഇപ്പൊ എനിക്ക് ബ്ലഡ് എടുത്തു, സാമ്പിൾ എടുക്കുന്നു, ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ അവിടെ ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. മനസ്സിലായോ? എന്റെ ബ്ലഡ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താൻ പറ്റിയത്. അപ്പൊ അതിൽ നിന്നും എന്താ കൺക്ലൂഡ് ചെയ്തു? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്, A ആണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി വേറൊരു വ്യക്തിയുടെ ബ്ലഡ് എടുത്തു, അത് കൊണ്ടുപോയി ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോ അതിന് ആന്റിജൻ Bയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ നിന്നും എന്ത് കൺക്ലൂഡ് ചെയ്തു? അയാളുടെ ബ്ലഡ് B ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കി.
ഓക്കെ. ഇനി വേറൊരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു, മീൻസ് ബ്ലഡ് എടുത്തു, അത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ആന്റിജൻ എയുടെയും ബിയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അയാള് AB ഗ്രൂപ്പിൽ പെട്ട ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഓക്കെ. ഇനി വേറൊരാളാന്ന് വിചാരിക്കാം, അയാളുടെ ബ്ലഡ് ഇതുപോലെ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് ഒരു ആന്റിജന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒരു ആന്റിജന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അനുമാനിച്ചു? O ഗ്രൂപ്പായിട്ട് ഉണ്ടായിരിക്കാം. A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജനും B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് B എന്ന ആന്റിജനും AB ബ്ലഡ് ഗ്രൂപ്പിനകത്ത് Aയും Bയും എന്ന ആന്റിജനും. ഇനി ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിനെന്താ പറയാ? O ഗ്രൂപ്പ് എന്നാണ് പറയാം. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള ആന്റിജനുകളുടെ സാന്നിധ്യമാണ് നമ്മൾ ഇങ്ങനെ ബ്ലഡിലെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതത് ബ്ലഡ് ഗ്രൂപ്പില് അത് ആ ആന്റിജൻ തന്നെ, A ആണെങ്കിൽ A ആന്റിജൻ ആയിരിക്കും, B ആണെങ്കിൽ B ആന്റിജൻ, അതുപോലെ AB ആണെങ്കിൽ Aയും Bയും ആന്റിജൻസ് എന്നായിരിക്കും. ആന്റിജൻസ് ഒന്നുമില്ലെങ്കിൽ അത് O ആയിരിക്കും. അതിന് നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടിയോ? ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നൊന്നും പറഞ്ഞേ? O ഗ്രൂപ്പാണ് കേട്ടോ. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ഗ്രൂപ്പാണ്. തന്നെ യൂണിവേഴ്സൽ ഡോണർ ആണ് കേട്ടോ. കറക്റ്റ് ആണ്, യൂണിവേഴ്സൽ ഡോണർ ആണ്. ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പായ O ആണ് കേട്ടോ യൂണിവേഴ്സൽ ഡോണർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഇപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് O ഗ്രൂപ്പ് കേട്ടോ. മിക്കവാറും O പോസിറ്റീവുകാരൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. O നെഗറ്റീവ് കുറവായിരിക്കും, കുറച്ച് റയർ ആണ്. പക്ഷെ O പോസിറ്റീവുകാര് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് കേട്ടോ. ABO ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലുള്ളതാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഈ പറയുന്ന ഒരു എന്താണ് കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന ബ്ലഡിനെയൊക്കെ പല പല ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിച്ചത് ഒരു കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞു മാത്രം കേട്ടോ. ഓക്കെ. ഇനി രണ്ടാമത് നമ്മൾ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? RH ടൈപ്പിംഗ് ആണ്. എന്താണ്? RH ടൈപ്പിംഗ്. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് മനസ്സിലായാലോ? ഗ്രൂപ്പ് ഏതാന്നുള്ള ചെക്ക് ചെയ്യുന്നത്. A ആണോ, B ആണോ, AB ആണോ, O ആണോ എന്നൊക്കെ ടെസ്റ്റിംഗ് നടത്തുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നതാണ് RH ടൈപ്പിംഗ്. എന്താണ് RH എന്ന് പറഞ്ഞാല്? റീസസ് എന്നാണ് കേട്ടോ. റീസസ് ഫാക്ടർ എന്നാണ് പറയുന്നത്. റീസസ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് നമ്മൾ RH എന്ന് പറയുന്നത്. RH ഫാക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത്? RH ഫാക്ടർ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് എന്ത്? RH. കറക്റ്റ് ആണ് കേട്ടോ. അതെ, പോസിറ്റീവ് ആണ്. അതാണ് RH ഫാക്ടർ കേട്ടോ. വരുന്ന ബ്ലഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് RH എന്ന് പറയുന്നത്. അതിന്റെ ഇതെന്താണ്? റീസസ് എന്നാണ്. കാര്യം പണ്ട് റീസസ് എന്ന് പറയുന്ന കുരങ്ങുണ്ട്, അതിനകത്താണ് അതിന്റെ പരീക്ഷണമൊക്കെ ചെയ്തത്. ഇതേ കാൾ ലാൻഡ്സ്റ്റൈനർ തന്നെയാണ് അതേ പരീക്ഷണം ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഗൂഗിൾ ചെയ്ത് കാണാൻ പറ്റും, റീസസ് കുരങ്ങിനെ കാണാൻ പറ്റും. ആ കുരങ്ങിന്റെ നേത്താണ് ഈ പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കിയത്. അതിനോടുള്ളൊരു ബഹുമാനം, അതുകൊണ്ടാണ് അങ്ങേര് ഇതിന് ഈ RH ടൈപ്പിംഗ് എന്നുള്ള പേര് കിട്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് RH ഫാക്ടർ ആണ് കേട്ടോ. മനസ്സിലായോ? എങ്ങനെ തീരുമാനിക്കും? RH ഫാക്ടർ ഉണ്ടെങ്കിൽ, RH ഫാക്ടർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ. RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി RH ഫാക്ടർ ഇല്ല എങ്കിൽ, ആബ്സെന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? RH ഫാക്ടർ ഉണ്ടെങ്കിൽ, പ്രസന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ല എങ്കിൽ, ഓക്കെ, ആബ്സെന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ഗ്രൂപ്പും ആയിരിക്കും. അതാണ് അടുത്ത ടെസ്റ്റിന് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. A ആണോ, B ആണോ, AB ആണോ, O ആണോ എന്നൊക്കെ നോക്കും. ഓക്കെ. രണ്ടാമത്തേന് നമ്മളത് സ്പെസിഫിക്കേഷൻ ചെയ്യാണ്. പോസിറ്റീവ് ആണോ, Aയിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാത്തിലും ഉണ്ട് അല്ലെ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നത് RH ടൈപ്പിംഗ് ടെസ്റ്റിലൂടെയാണ് കേട്ടോ. RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവും, RH ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആയിരിക്കും. ടെസ്റ്റ്. ദെൻ മൂന്നാമത്തെ ടെസ്റ്റിംഗ് എന്താണ്? Screening for any accidental red blood cell antibodies that may cause complications in the recipient. That is the transfusion reaction test. എന്താണ്? Screening for any accidental red blood cell antibodies that may cause complications in the recipient. That is transfusion reaction test. അതായത് ഈ പറയുന്ന റെസിപ്പിയന്റില്, സ്വീകർത്താവില് അല്ലെങ്കിൽ പേഷ്യന്റ് ആയിരിക്കുമല്ലോ,
അവരിലെ സങ്കീർണതകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില എന്താ പറയാ ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകൾ ഉണ്ടോ എന്ന് അറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്, അതായത് ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് വളരെ ആക്സിഡന്റ് ആയിട്ട് വരുന്നതാണ്, ആക്സിഡന്റലി വരുന്നതാണ് ബ്ലഡിനകത്ത്. അത് വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബ്ലഡ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിക്കുക. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിനെ മുഴുവൻ ഇത് നശിപ്പിച്ചു കളയും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ബ്ലഡ് സ്വീകരിക്കാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ബ്ലഡിനകത്ത് ആക്സിഡന്റലി എന്തോ ഒരു റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡി ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ ആ ബ്ലഡ് സ്വീകരിച്ചു കഴിഞ്ഞാല് എന്റെ ശരീരത്തിലുള്ള RBC ഉണ്ടല്ലോ, റെഡ് ബ്ലഡ് സെൽ, അതിനെ നശിപ്പിക്കുന്നു. മനസ്സിലായോ? ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ എവിടെ ചെയ്യുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് തന്നെയാണ്. ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നടത്തുന്ന ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും? നമ്മൾ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യും, RH ടെസ്റ്റ് ചെയ്യും. ഇനി ഇതുപോലെ എന്തെങ്കിലും ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തും. ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സ്ക്രീനിങ് ടെസ്റ്റിൽ അതിന്റെ സാന്നിധ്യം എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ ഒരു ബ്ലഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മനസ്സിലായ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആവുന്നില്ലേ? അടുത്തതാണ് എന്ത്? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിങ്. അതുപോലെ തന്നെ ചില ഇൻഫെക്ഷൻസുകൾ അറിയാനുള്ള, ചില ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റിങ്ങുകളും അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇൻഫെക്ഷന്റെ പേരുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B ആൻഡ് C. ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ആണ് കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ്. അതായത് കരൾ വീക്കം. ഓക്കെ, കരൾ വീക്കം, ജോണ്ടൈസ് അല്ല കേട്ടോ, അത് മഞ്ഞപ്പിത്തമാണ്. ഇത് മാറിപ്പോവരുത്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ് കേട്ടോ, കരൾ വീക്കമാണ്. അതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B ആൻഡ് C ആണ് കേട്ടോ. ഈ പറയുന്ന Dയും Cയും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഹെപ്പറ്റൈറ്റിസ്. കാര്യം ഇത്തരം ഹെപ്പറ്റൈറ്റിസ് Bയും C പോലുള്ള വൈറസുകളൊക്കെ ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് കൂടുതലും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സിലൂടെ, ഈ പറയുന്ന ബ്ലഡ് പോലെയുള്ളതിലൊക്കെയാണ്, ബ്ലഡിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B ആൻഡ് C. അതേസമയം Aയും പിന്നെ Dയും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നാണ് കേട്ടോ ഉണ്ടാവുന്നത്. അതേസമയം Bയും Cയും ഒക്കെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ എന്താണ് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന HIV കേട്ടോ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? HIV മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? പറയും. അതന്നെ, എയ്ഡ്സ് കേട്ടോ. HIV മൂലം ഉണ്ടാകുന്ന അസുഖം എയ്ഡ്സ് ആണ് അല്ലെ. HIV ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഡെഫിഷ്യന്റ് ആണ് കേട്ടോ. അതായത് ഇമ്മ്യൂണിറ്റിനെ എന്താണ്, നമ്മുടെ പ്രതിരോധത്തിനെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് കേട്ടോ HIV എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റിനെയാണ് അവിടെ ഡെഫിഷ്യന്റ് ആക്കുന്നത് കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതുമൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, വർഷങ്ങളോളം എടുക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും. ഇമ്മ്യൂണിറ്റിനെ ബാധിച്ച അവസാനം നമുക്ക് ഒന്നിനും പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കാവും. പെട്ടെന്ന് ഒരുപാട് അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് ആ രോഗി മരണപ്പെടുന്നത് കേട്ടോ. അത് പെട്ടെന്ന് സംഭവിക്കുന്നില്ല, കാലാകാലങ്ങളോളം ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മ്യൂണിറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആ ഒരു അസുഖം വന്നാൽ തന്നെ താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ ബോഡി മാറും. അങ്ങനെ മരണത്തിന് കീഴടങ്ങും. ഓക്കെ, അതാണ് എയ്ഡ്സിനകത്ത് സംഭവിക്കുന്നത് കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതേ സ്വൽപ്പത്തെ എയ്ഡ്സിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ഓക്കെ, അടുത്തതാണ് എന്ത്? മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ടെസ്റ്റിംഗ് നടത്തും. പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണ് കേട്ടോ, ബ്ലഡിലൂടെയൊക്കെ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ട്രിപ്പോനിമ പാനിഡം. ഏത് അസുഖമാണെന്ന് അറിയോ? സിഫിലിസ് ആണ് കേട്ടോ. സിഫിലിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ഒരു ബാക്ടീരിയ, നോട്ട് വൈറസ് കേട്ടോ, വൈറസ് അല്ല കേട്ടോ, ബാക്ടീരിയ ആണ്. നോട്ട് ചെയ്ത് വെക്കാം. സിഫിലിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ്
ട്രിപ്പോനിമ പാലിഡം. ഓർത്ത് വെക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്, വിമർശ ക്വസ്റ്റ്യൻ ആണ്. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ. വിച്ച് ബാക്ടീരിയ? ട്രിപ്പോനിമ പാലിഡം. വൈറൽ ഇൻഫെക്ഷൻ അല്ല കേട്ടോ, വൈറസ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് HIV. അത് വൈറസ് ആണ്. ട്രിപ്പോനിമ പാലിഡം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. സിഫിലിസ് എന്ന് പറയുന്നത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് കേട്ടോ. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആവുന്ന ഒരു ഡിസീസ് ആണ്. ശരിക്കും ഈ പറയുന്ന പോലെ എന്താണ്, പറങ്കിപ്പുണ്ണെന്നൊക്കെയാണ് കേട്ടോ പറയാം. പറങ്കിപ്പുണ്ണെന്നൊക്കെയാണ് മലയാളത്തിൽ പറയാ സിഫിലിസ് കേട്ടോ. ട്രിപ്പോനിമ പാലിഡം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. ബ്ലഡ് ബാങ്കിനകത്ത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എന്തൊക്കെ ടെസ്റ്റുകളാണ്? എന്താണ് ഫോർത്ത് പോയിന്റ്? ഫോർത്ത് പോയിന്റ് ഇതാണ് സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ്. വരുന്ന ബ്ലഡിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. എങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ആണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് BC, അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് BC ഉണ്ടോ നോക്കണം. അതുപോലെ HIV വൈറസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സിഫിലിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള എന്താ പറയാ, ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടോ, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷം, അതൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ബ്ലഡ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. 5 മിനിറ്റ് വായിച്ചേ. സിഫിലിസ് അസുഖത്തിന്റെ ബാക്ടീരിയയുടെ സ്പെല്ലിംഗ് ഇവിടെ ഉണ്ടല്ലോ. ശരണ്യടയിൽ നോട്ടില്ലേ? ശരണ്യടയില്? ഓക്കെ, കണ്ടോ? എഴുതിയേക്കുന്നു, സ്ക്രീനിൽ നോക്ക്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഈ പറഞ്ഞ നമ്മൾ ഫങ്ഷൻസ് തൊട്ടാണ് നമ്മൾ പഠിച്ചത്. ഫങ്ഷൻസ്, ലൊക്കേഷൻ, അതുപോലെ ഓർഗനോഗ്രാം, പിന്നെന്താണ് ടെസ്റ്റുകൾ. അവിടെ വരെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. ഒന്ന് വായിക്കേട്ടോ. ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, വായിച്ചു നോക്കിയോ നിങ്ങള്? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ ആണല്ലോ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തതാണ് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഏതൊക്കെ ബ്ലഡ് ടൈപ്പുകളാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഇതാണ് നമ്മൾ പറയുന്നത്. ബ്ലഡ് ടൈപ്പ് പറയുമ്പോ, ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ 4 എണ്ണല്ലേ പറയാ. എന്താണ്? ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ തസ്ഫീന അല്ലെ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഇന്നാണ് ബർത്ത്ഡേ അല്ലെ. ഓക്കെ. എന്നിട്ട് എന്താണ് ബർത്ത്ഡേ ആയിട്ട് എന്താണ് പരിപാടി? എന്താണ്? കേക്ക് മേടിച്ചോ? ഇപ്പതേ ഒരുപാട് വിശ്വസൊക്കെ വരുന്നുണ്ട് കേട്ടോ. കേക്ക് മേടിച്ചു. ഓക്കെ, പിന്നെന്താ പ്രോഗ്രാം ബർത്ത്ഡേ ആയിട്ട്? കേക്ക് വാങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. അത് തന്നെ, ചെലവില്ലേ? ലക്ഷ്യ ചോദിച്ച പോലെ ഞങ്ങൾക്കൊന്നും ചെലവൊന്നുമില്ലേ? ചെലവ് തരാന്ന് ഏറ്റിട്ടുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കിട്ടാ. തസ്വിനെ നമുക്ക് ചെലവ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിലേ നമുക്ക് ചോദിക്കാം. സെറ്റാണ്. ഓക്കെ,
ഓക്കെ ഓക്കെ. കൊറിയർ അയക്കണേ മറക്കാണ്ട്. ഓക്കെ. അപ്പൊ തസ്വിനിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ നേരുന്നു കേട്ടാ. ഇതുപോലെ ഒരുപാട് എന്താണ് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ. എവിടെയാ തസ്വിനയുടെ നാട്? എവിടെയാ? കോഴിക്കോടാണോ? കോഴിക്കോടാണോ? ഓർ മലപ്പുറം? ആലുവയോ? ആലുവയിലാണോ? അത് ശരി. അപ്പൊ എന്റെ അടുത്താണല്ലോ. ഓക്കെ, ആലുവയാണല്ലേ വീട്. പറവൂർ. ഇവിടെ അടുത്താണല്ലോ. പറവൂരാണല്ലോ. ഓക്കെ. ഇവിടെ അടുത്തുള്ള കുട്ടിയാണോ? അപ്പൊ ചെലവ് തരണം കേട്ടോ. അപ്പൊ എന്തായാലും ചെലവ് തരണം. പറവൂർ വെടിമറ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ കാര്യം ഓക്കെ, എനിക്ക് ചെലവ് ഓക്കെ. നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ശരി ശരി. ഇല്ല, ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടാ. നമുക്കിന്ന് അരമണിക്കൂറും കൂടെ ക്ലാസ് ഉണ്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല, ഷെറീന മിസ് ഉണ്ടാവില്ല. അപ്പൊ ക്ലാസ് ഞാൻ തന്നെയാണ് കേട്ടോ. 3 മണി വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. 3:30 വരെ ഇല്ല, 3 മണി വരെ. ഓക്കെ. എന്റെ വീട് അത്താണി. അത്താണി. ഏതത്താണി? നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ. എന്താണ് വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പുകളെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. എല്ലാവരും ഇനി ക്ലാസ് ശ്രദ്ധിക്കാം. എല്ലാരും കൂടെ ഒന്ന് കൂടാ. അപ്പൊ ചിലത് ചെയ്യണം. ഓക്കെ. പിന്നെ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്റെ കാര്യം കുഴപ്പമില്ല, എന്റെ ഓക്കെ ആയിട്ടുണ്ട്, എന്റെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ. പഠിക്കാം, നമുക്കെന്താ വായിക്കാം കേട്ടോ. മിസ് ഞങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങളെ എന്നും ഓർക്കും, നിങ്ങൾ തിരിച്ച് എന്നെ ഓർക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഓർക്കും. കാര്യം നിങ്ങളെ കാണുന്നില്ല, എന്നാലും ഞാൻ ഓർക്കും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് പോവാം. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഓക്കെ. ബ്ലഡ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇനി കാണാനായിട്ട് പോവാണ്. ശ്രദ്ധിക്കാം കേട്ടോ. നോക്കുക. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ്, നിങ്ങൾ വർത്താനം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര വർത്താനാണല്ലോ. ക്ലാസ്സിൽ ശ്രദ്ധിക്കട്ടാ. നമുക്ക് ഇപ്പൊ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചില്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ശ്രദ്ധിക്കാം കേട്ടോ. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ്? ഇതൊക്കെയാണ് ബ്ലഡ് ടൈപ്പുകൾ എന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സ്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അപ്പൊ നോക്കൂ, ഒരു അമേരിക്കൻ അസോസിയേഷന്റെ ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ടാബുലാർ കോളത്തിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ് കേട്ടോ. അതായത് ഈ ബ്ലഡിങ്ങളുടെ ഒരു വിതരണത്തെ സംബന്ധിക്കുന്ന ഒരു ഡീറ്റെയിൽ ആണ്, ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. എന്തിന്റെ ഇൻഫർമേഷൻ ആണ്? അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സ് കേട്ടോ. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സിന്റെ ഒരു ഇൻഫർമേഷൻ എന്തിനെ പറ്റിയുള്ളതാണ്? ഈ പറയുന്ന ബ്ലഡുകളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരു ടാബുലാർ കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ജസ്റ്റ് വായിക്കാം. കാര്യം ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന് മനസ്സിലാവണ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നോക്കൂ, ORH പോസിറ്റീവ്. ORH പോസിറ്റീവ് എന്ന് വെച്ചാൽ O പോസിറ്റീവ് ആണ്. എത്ര പെർസെന്റേജ് ആണ്? 39% ആണ് കേട്ടോ. O പോസിറ്റീവ്, RH പോസിറ്റീവ് എന്ന് വെച്ചാൽ O പോസിറ്റീവ് തന്നെ 39%. പിന്നെ അടുത്തത് ARH പോസിറ്റീവ് അഥവാ A പോസിറ്റീവ് 31%, B പോസിറ്റീവ് 9%, A നെഗറ്റീവ് 6%, AB പോസിറ്റീവ് 3%, B നെഗറ്റീവ് 2%, O നെഗറ്റീവ് 9%, AB നെഗറ്റീവ് 1%. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതാണ് വിതരണം? തന്നെ O പോസിറ്റീവ് ആണ് അല്ലെ. കാര്യം നോക്കിയ 39%ഓളം ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് O ആണ്. അതിന്റെ തൊട്ട് താഴെയാണ് ആര് വരുന്നത്? A പോസിറ്റീവ് വരുന്നത് കേട്ടോ. അത് വെറും 31% ഉണ്ട്.
അതോടൊപ്പം തന്നെ ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഏറ്റവും കുറവ് ഏതാണ്? യെസ്, AB നെഗറ്റീവ് അല്ലെ? AB നെഗറ്റീവ് വെറും 1% മാത്രമാണ് അതിന്റെ ഒരു വിതരണം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. നിങ്ങളോട് ചോദിക്കാം ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് O പോസിറ്റീവ് ആണ്. അതേസമയം ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയണം AB നെഗറ്റീവ് ആണ്. ഓക്കെ, 1%. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അല്ലാണ്ട് മറ്റൊന്നും നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നോക്കിക്കേ, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ്? അതായത് ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ്, കമ്പോണൻസുകൾ ഏതൊക്കെയാണ്? നമ്മൾ തുടക്കമേ പറഞ്ഞിരുന്നു ബ്ലഡിൽ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്മയുണ്ട് അല്ലെ? ഓരോ കമ്പോണന്റിനും എന്താണ് അതിൻ്റെതായ ഡിഫറെന്റ് ഫങ്ഷൻസുകളാണ് ഉള്ളത്. അപ്പൊ അവ ഓരോന്ന് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നോക്കാം. When the blood or one of its constituent part is transferred, each component serves many functions that includes the following. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ, അഥവാ RBC. നമ്മൾ എന്ത് പറയും? ചുവന്ന രക്താണുക്കൾ എന്ന് പറയും. ഓക്കെ, എന്താണ് ഇവരുടെ ഫങ്ഷൻ? നോക്കിക്കേ, these cells transport oxygen to the tissues in the body and are commonly used to treat അനീമിയ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ സംവഹനമാണ് ആരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ? RBCയുടെ ഫങ്ഷൻ. മനസ്സിലായാലോ? ഓക്സിജൻ സംവഹനമാണ് RBCയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ അനീമിയ അല്ലെ, കാര്യം വിളർച്ച വരുമ്പോൾ എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് വിളർച്ച വരുന്നത്? RBCയുടെ കുറവുകൊണ്ടാണ് കേട്ടോ വിളർച്ച വരുന്നത്. അനീമിയ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നത് എന്താണ്? RBC ആണ് കേട്ടോ, റെഡ് ബ്ലഡ് സെൽസ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ചുവന്ന രക്താണുക്കൾ. അപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക. RBCയുടെ ഫങ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ ബോഡി. ഇത്ര മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തതാണ് എന്ത്? പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ് എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് കേട്ടോ. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ, നോക്കൂ, they help the blood to clot and are used to treat leukemia and other forms of cancer. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ്. അത് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ. അതുപോലെ മറ്റ് പല ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സപ്ലൈ ചെയ്യാറുണ്ട്? പ്ലേറ്റ്ലെറ്റുകൾ സപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് അതിന് അങ്ങനെ നമ്മൾ ഓർത്ത് വെക്കാൻ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ദേ ഹെൽപ്പ് ടു ക്ലോട്ട് ദ ബ്ലഡ് കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ കേട്ടോ. ഓക്സിജൻ സംവഹനമാണ് ആരുടെ ഫംഗ്ഷൻ? RBCയുടെ ഫംഗ്ഷൻ. ഓക്കെ, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ദേ ഹെൽപ്പ് ദ ബ്ലഡ് ടു ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, മൂന്നാമത്തെയാണ് എന്ത്? വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ WBC, ശ്വേത രക്താണുക്കൾ എന്നാണ് പറയുക. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? These cells help in fighting infection and help the immune process. അതെ, ഇൻഫെക്ഷൻ തടയാനായിട്ട് സഹായിക്കുന്നു അല്ലെ. നമ്മുടെ പ്രതിരോധത്തിന്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ, ഇമ്മ്യൂൺ പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലഡ് സെല്ലാണ് എന്തെന്ന് പറയുന്നത്? WBC കേട്ടോ. WBC തന്നെ ഈ പറയുന്ന 5 ടൈപ്പ് WBC ഒക്കെ ഉണ്ട്. എന്താണ്? മോണോസൈറ്റ്, പിന്നെ ഇസിനോഫിൽ, ന്യൂട്രോഫിൽ, ബേസോഫിൽ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു 5 ടൈപ്പോളം WBCകൾ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോണ്ട. WBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ദ ഇമ്മ്യൂൺ പ്രോസസ് കേട്ടോ. പ്രതിരോധം വർദ്ധിപ്പിക്കാനും ഇൻഫെക്ഷൻ തടയാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നത് WBC ആണ്. അപ്പൊ നമുക്ക് നല്ല പനിയൊക്കെ വരാന്ന് വിചാരിക്കുക, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസമൊക്കെ ഡോക്ടർ നമുക്ക് മരുന്ന് തരും. മരുന്നൊക്കെ കഴിക്കും. മാറിയില്ലെങ്കിൽ പിന്നെ 3ാമത്തെ ദിവസം ചിലപ്പോൾ ഡോക്ടർ നമ്മളോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും അല്ലെ. പൊതുവെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ WBCയുടെ കൗണ്ട് കൂടുതലായിരിക്കും. കാര്യം എന്താണ്? ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഡോക്ടേഴ്സ് പൊതുവെ ആന്റിബയോട്ടിക്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ WBC കൂടാന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് എന്തോ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ റെസിസ്റ്റൻസിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, WBCയുടെ ഫംഗ്ഷൻ ക്ലിയർ ആയല്ലോ.
ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ. പിന്നെ WBCയുടെ ഫംഗ്ഷൻ എന്താണ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇമ്മ്യൂൺ പ്രോസസ് കേട്ടോ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്ത കമ്പോണന്റ് ആണ് ആര് പ്ലാസ്മ. എന്താണ് പ്ലാസ്മ? പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ് ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് കേട്ടോ, രക്തത്തിലെ ദ്രാവക ഭാഗമാണ് ഇതെന്ന് പറയുന്നത് പ്ലാസ്മ. ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് നോൺ ആസ് ദ എന്താണ് അറിയപ്പെടുന്നത് പ്ലാസ്മയാണ് കേട്ടോ. പ്ലാസ്മയിലാണ് നമ്മൾ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണെന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. ഈ ഒരു പ്ലാസ്മയ്ക്കകത്താണ് നമ്മൾ മുന്നേ പറഞ്ഞ RBC, WBC, പ്ലേറ്റ്ലെറ്റ് അങ്ങനെയുള്ള രക്തകോശങ്ങളൊക്കെ എന്താണ് സ്ഥിതി ചെയ്യുന്നത് എന്തിനകത്താണ് പ്ലാസ്മയ്ക്കകത്താണ്. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് കേട്ടോ, ബ്ലഡിലെ ദ്രാവക ഭാഗമാണ്. ഇനി നോക്കൂ, പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു ക്യാരി ദ മെനി പാർട്സ് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം. അതായത് ഈ ബ്ലഡ് സ്ട്രീമിൽ നമുക്കറിയാം ലിക്വിഡ് പാർട്ടാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് അത് ബ്ലഡ് സ്ട്രീം ഒഴുകാനായിട്ട് സഹായിക്കുന്നു അല്ലെ. കാര്യം എന്താണ് റിക്വയർഡ് ടു ക്യാരി മെനി പാർട്സ് ഓഫ് ദ ബ്ലഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം അല്ലെ. ഇപ്പൊ പറയുന്ന ബ്ലഡിലെ പല കമ്പോണൻസുകളും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് പ്ലാസ്മയാണ്. കാര്യം ഇറ്റ് ഇസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് അല്ലെ, ഫ്ലൂയിഡ് പാർട്ടാണ്, അതുകൊണ്ട് തന്നെ അതിനെ ഒഴുകാനായിട്ട് സാധിക്കും. അപ്പൊ ബ്ലഡിലെ പല പാർട്സുകളെയും ശരീരമേലാസകലം എന്താണ് ശരീരത്തിനകത്തുള്ള സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നോക്കൂ, പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്. ഇനി നമ്മൾ പറയുന്നത് പ്ലാസ്മയുടെ ചില പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാണ്. നമുക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ബ്ലഡിനകത്ത് എന്താണ് ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ. അപ്പൊ പ്ലാസ്മയിൽ പ്രധാനമായിട്ടും 3 പ്രോട്ടീനുകൾ ഉണ്ട് കേട്ടോ. അതിന്റെ പേരുകൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്, അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരുന്നുള്ളൂ കേട്ടോ. പ്ലാസ്മയ്ക്കകത്ത് പ്രധാനമായിട്ടും 3 പ്രോട്ടീൻസുകൾ ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ആൽബുമിൻ. ഓക്കെ, നമുക്ക് എന്താണ് ആൽബുമിൻ. രണ്ടാമത്തത് ഗ്ലോബുലിൻ. രണ്ടാമത്തെ എന്താണ് ഗ്ലോബുലിൻ. മൂന്നാമത്തെ എന്താണ് ഫൈബ്രിനോജൻ. എന്താണ് ഫൈബ്രിനോജൻ കേട്ടോ. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അറിയുന്നവർക്ക് വേണ്ട, അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അറിയുന്നവർ എഴുതാനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് പ്ലാസ്മ എന്ന് എഴുതിയിട്ട് അതിന് 3ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഒരു ഫ്ലോ ചാർട്ട് പോലെ 3ആയിട്ട് ഏരോ വരയ്ക്കാം. അതിലുള്ള പ്രോട്ടീനുകളാണ് ഒന്ന് ആൽബുമിൻ. ആൽബുമിന്റെ ഒക്കെ സ്പെല്ലിംഗ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൽബുമിൻ കണ്ടോ, ആൽബുമിൻ. പിന്നെന്താണ് ഗ്ലോബുലിൻ. എന്താണ് ഗ്ലോബുലിൻ. പിന്നെന്താണ് ഫൈബ്രിനോജൻ കേട്ടോ. എന്താണ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഫൈബ്രിനോജൻ സ്പെല്ലിങ് ഇത് കേട്ടോ. അതെ അങ്ങോട്ടിട്ടുണ്ട് കേട്ടോ ഫൈബ്രിനോജൻ. ഓക്കെ, അങ്ങനെ 3 പ്ലാസ്മ പ്രോട്ടീൻസുകൾ ഉണ്ട്. ഈ ഓരോ പ്രോട്ടീൻസുകളും ഓരോരോ ഫംഗ്ഷനുകളാണ് ചെയ്യുന്നത്. ആൽബുമിൻ ആണെങ്കിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ, അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ എന്ന് പറയുന്നത് കേട്ടോ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? ഗ്ലോബുലിൻ ആണ് കേട്ടോ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും. എന്താണ്? ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ വിഭാഗമാണ് എന്ത്? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ചെയ്യുന്നത് എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, കറക്റ്റ് ആണ് കേട്ടോ ആൽഫിയ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 പ്രോട്ടീൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ബ്ലഡ് സെല്ല്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, എന്താ ഉത്തരം പറയാം? WBC ആണോ പറയാം ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്? പ്ലേറ്റ്ലെറ്റ് അല്ലെ. എന്താ പറയുന്നത്? പ്ലേറ്റ്ലെറ്റ് അല്ലെ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? ഓക്കെ, ജിബി കറക്റ്റ് ആണ് കേട്ടോ. ഫൈബ്രിനോജൻ. ആദ്യ ഫൈബ്രിനോജൻ, അഞ്ജലി. ഓക്കെ, കറക്റ്റ് ആണ്. മനസ്സിലായോ ചോദ്യത്തിന്റെ വ്യത്യാസം? ഞാൻ 2 ചോദ്യങ്ങളും പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു?
ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ബ്ലഡ് സെല്ല് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. രക്തകോശം ഏതാണെന്നാണ് ചോദിച്ചത്. അതെന്താണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ. അതേസമയം രണ്ടാമത് ചോദിച്ച ചോദ്യം അതല്ല. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്നാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്. അതെന്താണ് ഉത്തരം? ഫൈബ്രിനോജൻ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ക്വസ്റ്റ്യൻ തരുമ്പോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാര്യം ഓപ്ഷനകത്ത് ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റും കാണും, മറ്റേ ഫൈബ്രിനോജനും കാണും. അപ്പൊ ചോദ്യം നോക്കണം. ബ്ലഡ് സെല്ലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ പ്ലേറ്റ്ലെറ്റ് എഴുതണം. പ്ലാസ്മ പ്രോട്ടീൻ ആണെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈബ്രിനോജന്റെ ആൻസർ ചെയ്യും. മനസ്സിലായി? കൺഫ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും പ്ലാസ്മയില് 3 പ്രോട്ടീൻസുകളാണുള്ളത്. ഒന്ന് ആൽബുമിൻ, 2 ഗ്ലോബുലിൻ, മൂന്നാമത്തത് ഫൈബ്രിനോജൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. ഏത്? ആൽബുമിൻ. ഗ്ലോബുലിൻ എന്തിനാ സഹായിക്കുന്നത്? ആന്റിബോഡിയെ ഉത്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും. ഫൈബ്രിനോജൻ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത് തന്നെയാണ് ആരുടെ ഫംഗ്ഷൻ? പ്ലാസ്മയുടെ ഫംഗ്ഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കാം. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ഓക്കെ. പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. നിങ്ങൾക്ക് അങ്ങനെ എടുത്തൊന്നും ചോദിക്കില്ല കേട്ടോ. നിങ്ങളോട് ചോദിക്കുക പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിക്കുക. ഓക്കെ. അപ്പൊ പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ട്. അവരുടെ ഫംഗ്ഷൻസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ അല്ലെ, നേരത്തെ പറഞ്ഞില്ലേ? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ടു ദ പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീനുകൾ ഉത്പാദിപ്പിക്കുന്നു. ഏതാണത്? ഫൈബ്രിനോജൻ. നമ്മളിപ്പോ പറഞ്ഞില്ലേ ഫൈബ്രിനോജൻ കേട്ടോ. ഫൈബ്രിനോജനെയാണ് ഉത്പാദിപ്പിക്കുന്നത്. അതുവഴിയായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലുകൾ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിനകത്ത് സോഡിയം, പൊട്ടാസ്യം ഇതുണ്ട്, ലവണങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം ലവണങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് പ്ലാസ്മയാണ്. അതിൽ ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ സോഡിയം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിച്ചും പേരൊക്കെ പറയുന്ന ഒരു ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലേക്കൊക്കെ ആളുകൾ മാറും. ഓക്കെ. അപ്പൊ ആ ഒരു എന്താ പറയാ ലെവല് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നത് പ്ലാസ്മയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. സോഡിയം കുറഞ്ഞാൽ പ്രശ്നമാണ്, സോഡിയം കൂടിയാൽ പ്രശ്നമാണ്. അപ്പൊ ബ്ലഡ് പ്രഷർ കൂടും. സോഡിയം കുറഞ്ഞു പോയാൽ ഈ പറയുന്ന എന്താണ് ഭ്രാന്ത് പോലുള്ള അവസ്ഥയിലേക്കൊക്കെ വരും. ഓർമ്മ ഉണ്ടാവില്ല, എന്താ ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ കലേമിയ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാല് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഓക്കെ. അത്തരത്തില് നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലഹരികളൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും ആരാണ് അതിന് സഹായിക്കുന്നത്? പ്ലാസ്മയാണ് കേട്ടോ. എന്താണ് സുഹൈന? ഓക്കെ. സോഡിയം കുറയുന്നുണ്ട് അല്ലെ. ഓക്കെ. ഒരുപാട് പേർക്കുണ്ട് എല്ലാ പ്രശ്നങ്ങൾ കേട്ടോ. ഒത്തിരി പേർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്ലാസ്മയുടെ ഫംഗ്ഷൻസും പഠിച്ചു. ഒന്നുകൂടെ പറയാണ്. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. WBCയുടെ ഫംഗ്ഷൻ എന്താണ് ഫംഗ്ഷൻ? ഹെൽപ്പ് ടു ഇൻഫെക്ഷൻ അല്ലെ, ടു പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ തടയാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്സ് ഫോർ ദ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെ, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ബ്ലഡ് ക്ലോട്ട് അല്ലെ, ബ്ലഡ് കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ്. എന്തൊക്കെ ഫംഗ്ഷൻസുകളാണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, ദാറ്റ് മീൻസ് ഫൈബ്രിനോജൻ, നമ്മൾ പഠിച്ചതാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം ആ ഒരു എന്താ പറയാ സന്തുലനാവസ്ഥ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇത്രയും ഫങ്ഷൻസ് ആണ് പ്ലാസ്മ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഒരു ഫാക്ടറും കൂടെ പഠിക്കാനുണ്ട്. എന്താണെന്ന് അറിയാമോ? ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF കേട്ടോ. ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF. എന്താണ് AHF എന്ന് പറഞ്ഞാല്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കാം. AHF എന്ന് പറയുന്നത് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് കേട്ടോ. ക്രയോപ്രസിപ്പിറ്റേറ്റ് AHF എന്താണത്? ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ. കാണുന്നില്ലേ സ്ക്രീൻ? ഓക്കെ. ഇത് എവിടെ വായിക്കുന്നുണ്ട് കേട്ടോ.
നോക്ക്, അതായത് ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ദ ബ്ലീഡിങ്. അതായത് നമ്മുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈ പറയുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. നമ്മളത് ശരിക്കും ഉള്ളിലേക്ക് കയറുമ്പോഴാണ്, കാര്യം പ്ലാസ്മയ്ക്കകത്ത് 3 പ്രോട്ടീൻ ഉണ്ടല്ലോ, ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഈ പറയുന്ന ഫൈബ്രിനോജനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് എന്ത്, ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF കേട്ടോ, അഥവാ ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ആ ഒരു ഫാക്ടർ ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആ ഒരു ഫാക്ടറിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഫൈബ്രിനോജനെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ്. അതെന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? പ്ലാസ്മയുടെ ഭാഗമാണ്. ഓക്കെ, നോക്കിയേ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻസ് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF. ആന്റി ഹീമോഫിലിക് എന്നാണ് പറയാ. ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹീമോഫീലിയ ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥയാണ് കേട്ടോ, രാജകീയ രോഗം എന്നൊക്കെയാണ് പറയാ. ഓക്കെ, ഹീമോഫീലിയ അതായത് ബ്ലഡ് ക്ലോട്ട് ആവാതെ ബ്ലഡ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആന്റി ഹീമോഫിലിക് എന്നാണ്. ആന്റി എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് കേട്ടോ, അതായത് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ബ്ലീഡിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം? ബ്ലഡ് ക്ലോട്ട് ആക്കണം അല്ലെ. ബ്ലഡ് ക്ലോട്ട് ആയാലല്ലേ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ടാണ് അവർ സഹായിക്കുന്നത്. ആ രീതിയിൽ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യും. ആ ഒരു ഫാക്ടറാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF കേട്ടോ. ഇനി നോക്കൂ, ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് മേ ആൾസോ ബി സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ദ ട്രാൻസ്മിഷൻ. അപ്പൊ നമ്മൾ തുടക്കം ഒരു കാര്യം പറഞ്ഞു, ബ്ലഡ് എടുക്കുമ്പോൾ നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നൊക്കെ പല കമ്പോണന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ പ്ലാസ്മ പ്രോട്ടീനുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് ഇവിടെ സൂക്ഷിക്കുന്നത്, ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നത്. മനസ്സിലായോ? പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിനെയും ഗ്ലോബുലിനെയും ഫൈബ്രിനോജനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത്, ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നത്. പല ആവശ്യങ്ങൾ വരുന്നു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവര് ഹീമോഫിലിക് ആകുമോ? ഇല്ലല്ലോ, ഇല്ല, ഹീമോഫിലിക് ആവില്ല കേട്ടോ. ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഹീമോഫീലിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് കട്ട പിടിക്കാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? മടുത്തോ നിങ്ങൾക്ക്? മടുപ്പ് തോന്നുന്നുണ്ടോ? ഓക്കെ, ആ, ബ്ലഡ് ക്ലോട്ട് ആവാണ്ടിരിക്കാനായിട്ട് മെഡിസിൻ എടുക്കും. ഓക്കെ, മെഡിസിൻ എടുക്കും ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനായിട്ട്. അതിന് വേറെ കാരണങ്ങളുണ്ട്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മെഡിസിൻ ഹാർട്ട് പേഷ്യൻസ് എടുക്കുന്ന ആൾക്കാര് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്ന് എന്തിനാ കഴിക്കണമെന്ന് അറിയാമോ? ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ പറയുന്ന ബ്ലഡിന്റെ വെസൽസില് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുമ്പോൾ ബ്ലഡ് അവിടെ എന്താ പറയാ നല്ല ഫ്ലോ നടക്കില്ല. അപ്പൊ ആ ഫ്ലോയിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് ക്ലോട്ട് എന്താ പറയാ ഇങ്ങനത്തെ മെഡിസിൻസ് എടുക്കുന്നത്. പക്ഷെ അതിന് വേറൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കും, അയാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ എന്ത് പറ്റും എന്ന് ആലോചിച്ച് നോക്കി. ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് മരുന്ന് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ചിലര് ബ്ലഡ് ഞാൻ പറഞ്ഞു മാറിപ്പോയതാണ്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്നല്ലേ കഴിക്കുന്നത് ഹാർട്ട് പേഷ്യൻസ്. അത് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ വരാൻ വേണ്ടിയിട്ടാണ്, ബ്ലഡ് വെസലിലൂടെ നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാര് മരുന്ന് കഴിക്കാറുണ്ട്. പക്ഷെ ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾക്ക് എന്താണ്, നമ്മുടെ ബ്ലഡ് നമുക്ക് ക്ലോട്ട് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, അങ്ങനെയുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട്. 5 മിനിറ്റ് ഞാൻ ഫ്രീ ആക്കി വിടാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞത് നമ്മുടെ എന്താ പറയാ, നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. നമ്മള് മെയിൻ ഫങ്ഷൻസുകൾ പഠിച്ചു, ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻസ് പഠിച്ചു, ഓർഗാനോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓർഡർ നിങ്ങൾ പഠിച്ച് തന്നെ എഴുതി നോക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ? ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്,
RH ടൈപ്പിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള ചെക്കിങ് നമ്മൾ നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവാണെങ്കിൽ AB നെഗറ്റീവ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. RBCയുടെ ഫംഗ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, WBCയുടെ ഫംഗ്ഷൻ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുക, ഇമ്മ്യൂൺ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനൊക്കെയാണ് WBCയുടെ ഫംഗ്ഷൻസ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നു. പ്ലാസ്മയാണെങ്കിൽ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് കേട്ടോ. AHF ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മയിലെ ഫാക്ടർ ആണ് കേട്ടോ. പ്ലാസ്മയ്ക്കകത്തുള്ള ഒരു ഫാക്ടർ ആണ് കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF എന്ന് പറഞ്ഞാല് ആന്റി ഹീമോഫിലിക് ഫാക്ടർ, ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മയുടെ തന്നെ ഒരു ഭാഗമാണ്. ദാറ്റ് കണ്ടെയ്ൻസ് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കേട്ടോ. അതിന് ഒരുപാട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കൺട്രോൾ ദ ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ് ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? പ്ലാസ്മയ്ക്ക് അകത്ത് ആന്റി ഹീമോഫിലിക് ഫാക്ടർ ഉണ്ട്. ആ ഒരു ഫാക്ടർ ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫൈബ്രിനോജനെ ഉത്പാദിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? അവസാനിപ്പിച്ചാൽ ഇന്നത്തെ ക്ലാസ് ഇല്ല കേട്ടോ, 3 മണി വരെ ഉള്ളൂ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മെയിൻ ഫംഗ്ഷൻസ് എന്തുകൂടി പറയൂ. മിസ്സേ, ആ ശരി. ബ്ലഡ് ബാങ്കില്ലേ, ആ ബ്ലഡ് ബാങ്ക് ടെസ്റ്റിന്റെ 3ാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞുതരോ? ഫംഗ്ഷൻസിന്റെ ആണോ? ടെസ്റ്റിംഗ് ഇല്ലേ, ടെസ്റ്റ് ബ്ലഡ് ബാങ്കിലെ ടെസ്റ്റിന്റെ ആണോ? സ്ക്രീനിങ് ഫോർ എനി എന്നും പറഞ്ഞിട്ടുള്ള ആക്സിഡന്റ്. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause the complications in the recipient, that is transfusion reaction test. അതായത് ബ്ലഡ് സ്വീകരിക്കുന്ന ആളില്ലേ, സ്വീകർത്താവ്, ആ സ്വീകർത്താവിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടായിരിക്കും. അതെന്താന്ന് വെച്ചാൽ മെഡിക്കൽ ടേം ആണ് ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്. അത്തരം ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ ഈ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള RBCനെ നശിപ്പിച്ചിരുന്നു. അതായത് ഇപ്പൊ ഞാൻ വേറൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണ്. ഓക്കെ, ആ വരുന്ന ബ്ലഡിൽ വല്ല ആക്സിഡന്റ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ എന്റെ ശരീരത്തിലോട്ട് എത്തുന്ന എന്റെ ബ്ലഡിലുള്ള RBCനെ അത് നശിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. വരുന്ന ബ്ലഡിനകത്ത് ഇത്തരത്തില് ഏതെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ആ ബ്ലഡ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? ഏതാണ്? താങ്ക് യു മിസ്. വേറെന്താണ്? ആൻജിയോഗ്രാമോ? ആൻജിയോഗ്രാം അല്ല, ഓർഗാനോഗ്രാം ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ? ഓർഗാനോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതൊരു ഹൈറാർക്കിയൽ ഘടന നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ. അതായത് ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ ഡയറക്ടർ, അവരുടെ തൊട്ട് താഴെ HOD. ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം നിങ്ങൾ. ഓരോരുത്തരുടെ കീഴിൽ ആരാണ് വരുന്നതെന്നുള്ളത് അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഓർഗാനോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡയഗ്രാമാറ്റിക് ഓഫ് ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു ഘടനയെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംവിധാനം. അതാണ് ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു. താങ്ക് യു മിസ്.